A hydraulic press has a ram of 30 centimeter diameter and a plunger of 4.5 centimeter diameter. Okay, find the weight lifted by the hydraulic press when the force applied at the plunger is 500 Newton. Okay, അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? Diameter of ram തന്നിട്ടുണ്ട്. Okay, dia of ram. Dia of ram എന്ന് പറയുന്നത് എത്രയാണ് തന്നിരിക്കുന്നത്? 30 centimeters ആണ് തന്നിരിക്കുന്നത്. 30 centimeters അല്ലെങ്കിൽ 0.30 meters. Okay, ഇനി നെക്സ്റ്റ് എന്താ തന്നിരിക്കുന്നത്? Diameter of plunger. Okay, dia of plunger. Dia of plunger എന്ന് പറയുന്നത് എത്രയാണ്? 4.5 centimeter diameter ആണ്. അതായത് 0.045 meters. Okay, നെക്സ്റ്റ് എന്താണ് തന്നിരിക്കുന്നത്? Force on plunger. അതായത് ഫോഴ്സ് ഓൺ പ്ലഞ്ചർ. ഫോഴ്സ് ഓൺ പ്ലഞ്ചർ എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് എത്രയാണ്? 500 ന്യൂട്ടൺ. അപ്പം നമുക്കതിനെ എഫ് എന്ന് റെപ്രസെന്റ് ചെയ്യാം. എഫ് ഇസ് ഈക്വൽ ടു 500 ന്യൂട്ടൺ. ഓക്കെ, ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഫൈൻഡ് ദ വെയിറ്റ് ലിഫ്റ്റഡ് ബൈ ദ ഹൈഡ്രോളിക് പ്രസ്. അപ്പം എന്താണ് വെയിറ്റ് ലിഫ്റ്റഡ്? നമുക്കിപ്പം വെയിറ്റ് ലിഫ്റ്റഡിന് നമുക്ക് ഒരു പേര് കൊടുക്കാം. വെയിറ്റ് ലിഫ്റ്റഡ് W എന്ന് പറയാം. ഓക്കെ, വെയിറ്റ് ലിഫ്റ്റഡ് W ആണ്. ഓക്കെ, ഇനി ഡയമീറ്റർ ഓഫ് റാം തന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഏരിയ ഓഫ് റാം കണ്ടുപിടിക്കാം അല്ലേ? ഏരിയ ഓഫ് റാം. ഏരിയ ഓഫ് റാം എന്ന് പറയുന്നത് എന്തായിരിക്കും? π/4 ഇൻറ്റു ഡി സ്ക്വയർ. π/4 ഇൻറ്റു 0.3 സ്ക്വയർ. 0.3 സ്ക്വയർ എത്ര വരും? കാൽക്കുലേറ്റ് നോക്കുക. 0.07068 മീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഏരിയ ഓഫ് റാം കിട്ടി. ഇനി നെക്സ്റ്റ് നമുക്ക് ഏരിയ ഓഫ് പ്ലഞ്ചർ നോക്കാം. പ്ലഞ്ചറിന്റെ ഡയമീറ്റർ 4.5 സെന്റിമീറ്റേഴ്സ് ആയിരുന്നു. π/4 ഇൻറ്റു ഡി സ്ക്വയർ എത്ര വരും? π/4 ഇൻറ്റു 0.045 സ്ക്വയർ. ആൻസർ വരിക 0.00159 മീറ്റർ സ്ക്വയർ എന്നാണ് ഏരിയ ഓഫ് പ്ലഞ്ചർ വരിക. ഓക്കെ, ഇനി നമുക്ക് ഞാൻ ജസ്റ്റ് ഒരു ഫിഗർ വരച്ച് കാണിക്കാം. നമുക്ക് ഒരു റാം ഉണ്ട്. ആ റാം ഉണ്ട്, ഒരു പ്ലഞ്ചർ ഉണ്ട് അല്ലേ? അപ്പം നമുക്ക് ഓക്കെ, നമ്മൾ പ്ലഞ്ചറിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ആ ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് ആണ്. ഓക്കെ, റാം ഉണ്ട്. റാം ഈ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ റാം ലിഫ്റ്റ് ചെയ്യുന്ന വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്? W ആണ്. ഓക്കെ അല്ലേ? ഇനി നമുക്കിവിടെ പറയാൻ പറ്റുന്ന എന്താണ്? പ്രഷർ ഇന്റൻസിറ്റി ഡ്യൂ ടു പ്ലഞ്ചർ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, പ്രഷർ ഇന്റൻസിറ്റി ഡ്യൂ ടു പ്ലഞ്ചർ. പ്രഷർ ഇന്റൻസിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ഫോഴ്സ് ഓൺ പ്ലഞ്ചർ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് പ്ലഞ്ചർ അല്ലേ? അപ്പോൾ ഫോഴ്സ് ഓൺ പ്ലഞ്ചർ എത്രയായിരുന്നു? ഫോഴ്സ് ഓൺ പ്ലഞ്ചർ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് പ്ലഞ്ചർ. ഫോഴ്സ് ഓൺ പ്ലഞ്ചർ എന്ന് പറയുന്നത് നമുക്ക് 500 ന്യൂട്ടൺ ആയിരുന്നു. 500 ന്യൂട്ടൺ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് പ്ലഞ്ചർ എത്രയാണ്? 0.00159. ഓക്കെ, അപ്പോൾ 500 ന്യൂട്ടൺ ഡിവൈഡ് ബൈ 0.0159 മീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ പ്രഷർ ഇന്റൻസിറ്റി ഓൺ പ്ലഞ്ചർ ഇതാണ് അല്ലേ? ഇനി നമ്മുടെ പാസ്കൽസ് ലോ എന്താണ് പറയുന്നത്? പാസ്കൽസ് ലോ പറയുന്നത് ഇന്റൻസിറ്റി ഓഫ് പ്രഷർ വിൽ ഈക്വലി ട്രാൻസ്മിറ്റഡ് ഇൻ ഓൾ ഡയറക്ഷൻ അല്ലേ? അപ്പോൾ പ്രഷർ ഇന്റൻസിറ്റി റാമിൽ ഉണ്ടാകുന്ന ഈ പ്രഷർ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് എന്തിന് ഇക്വലന്റ് ആയിരിക്കും? ഈ പ്ലഞ്ചറിൽ ഡെവലപ്പ് ചെയ്യുന്ന ഈ പ്രഷർ ഇന്റൻസിറ്റിക്ക് ഈക്വൽ ആയിരിക്കും. ഇതിനിടയിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ട് അല്ലേ? അപ്പോൾ ഈ പ്രഷർ ഇന്റൻസിറ്റി ഇവിടെയും ഈ ഒരു ലെവലിലും പ്രഷർ ഇന്റൻസിറ്റി ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് ഓക്കെ, ഇതാണ് നമ്മുടെ വാല്യൂ. ഓക്കെ, അപ്പം നമുക്കതിനെ കിലോ ന്യൂട്ടണിലാക്കാം. 314.465 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്നാണ് നമുക്ക് പ്രഷർ ഇൻറ്റൻസിറ്റി വരും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് പ്രഷർ ഇൻറ്റൻസിറ്റി ഓഫ് റാമുമായിട്ട് ഇതിനെ ഇക്വേറ്റ് ചെയ്യാം.
എത്ര പ്രഷർ ഇൻറ്റൻസിറ്റി വെയിറ്റ് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് റാം. ഏരിയ ഓഫ് റാം എന്ന് പറയുന്നത് 0.07068 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആയിരുന്നു അല്ലേ. അപ്പോൾ ഈ രണ്ട് വാല്യൂസും ഈ പ്രഷർ ഇൻറ്റൻസിറ്റിയും ഈ വാല്യൂയും കൂടെ ഇക്വേറ്റ് ചെയ്യുക. അപ്പം നമുക്ക് W അതായത് വെയിറ്റ് ലിഫ്റ്റഡ് ബൈ ദ റാം കിട്ടും. ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ വെയിറ്റ് ലിഫ്റ്റഡ് ബൈ ദ റാം 22.22 കിലോ ന്യൂട്ടൺ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഈ രണ്ട് വാല്യൂസ് കൂടെ ഇക്വേറ്റ് ചെയ്താൽ മതി. ഓക്കെ അല്ലേ. A hydraulic press has a ram of 20 cm diameter and a plunger of 3 cm diameter. Okay. It is used for lifting weight of 30 kilonewton. Okay. This is used to lift a weight W which is 30 kilonewton. Okay. Find the force required at the plunger. We need to find out the force required at the plunger. Okay. Clear? ഇനി നമുക്ക് എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് തന്നിരിക്കുന്നത്? ഡയമീറ്റർ ഓഫ് റാം 20 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പം നമുക്കതിനെ 0.20 meters എന്ന് എഴുതാം. ഏരിയ ഓഫ് റാം എന്ന് പറയുമ്പം 5/4 × 0.20 സ്ക്വയർ. അപ്പോൾ ഏരിയ ഓഫ് റാം എന്ന് പറയുന്നത് എത്ര വരും? 0.0314 മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ. ഇനി ഡയമീറ്റർ ഓഫ് പ്ലഞ്ചർ എന്ന് പറയുന്നത് നമുക്ക് 3 സെൻറ്റിമീറ്റേഴ്സ് ആണ്. അതായത് 0.03 meters. ഏരിയ ഓഫ് പ്ലഞ്ചർ 5/4 × 0.03 സ്ക്വയർ. അപ്പോൾ എത്ര വരും? 03 സ്ക്വയറിന് വരുമ്പം 7.068 × 10⁻⁻4 മീറ്റർ സ്ക്വയർ. ഓക്കെ. ഇനി ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന പ്രഷർ ഇൻറ്റൻസിറ്റി എന്താണ്? ഈ ഒരു ലെവലിൽ W ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് പ്ലഞ്ചർ ആണ്. ഓക്കെ, സോറി, ഏരിയ ഓഫ് റാം ആണ്. ഓക്കെ. ഇവിടെ ആണെങ്കിലോ ഫോഴ്സ് F ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് പ്ലഞ്ചർ ആണ്. ഓക്കെ. അപ്പോൾ ഈ ഒരു സെയിം ലെവലിൽ വരുന്ന ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷേഴ്സ് സെയിം ആയിരിക്കും. അപ്പം നമുക്ക് അങ്ങനെ എഴുതാം. അക്കോർഡിംഗ് ടു പാസ്കൽസ് ലോ intensity of pressure, like according to Pascal's law, pressure is transmitted equally in all directions. Appo pressure transmitted by ram, that is F by A will be equal to W by capital A. Okay. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫോഴ്സ് റിക്വയർഡ് അറ്റ് ദ പ്ലഞ്ചർ F ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ F എങ്ങനെ എഴുതാം? W ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ A ഇൻറ്റു സ്മോൾ a എന്ന് എഴുതാം. ഓക്കെ. വെയിറ്റ് ലിഫ്റ്റിംഗ് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്, 30 കിലോ ന്യൂട്ടണിന് തന്നിട്ടുണ്ട്. 30 × 10⁻³ ന്യൂട്ടൺ. ഓക്കെ. അപ്പോൾ 30 × 10⁻³ ന്യൂട്ടൺ ഇൻറ്റു ഏരിയ ഓഫ് പ്ലഞ്ചർ എത്രയാണ്? 7.068 × 10⁻⁻4 മീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഏരിയ അറ്റ് ദ റാം, ദാറ്റ് ഈസ് 0.0314 മീറ്റർ സ്ക്വയർ. ഓക്കെ. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ 675.2 ന്യൂട്ടൺ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ പ്രഷർ ഡ്യൂ ടു എ കോളം ഓഫ് 0.3 meter of water, oil of specific gravity 0.8 and mercury of specific gravity 13.6. Take density of water as 1000 kg/m3. ഓക്കെ. അപ്പോൾ നമുക്ക് ഹൈറ്റ് ഓഫ് ലിക്വിഡ് കോളം തന്നേക്കുന്നത് എങ്ങനെ? എത്രയാണ് ഹൈറ്റ് ഓഫ് ലിക്വിഡ് കോളം? ഓക്കെ. ഹൈറ്റ് ഓഫ് ലിക്വിഡ് കോളം ഞാൻ Z എന്ന് എടുക്കുകയാണ്. Z തന്നിരിക്കുന്നത് 0.3 meter എന്നാണ് തന്നേക്കുന്നത്. ഓക്കെ. ഇനി നമുക്ക് എന്താണ് പ്രഷർ ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കും അല്ലേ? പ്രഷർ അറ്റ് എനി പോയിന്റിനെ ലിക്വിഡിന്റെ ഇക്വേഷൻ എന്താണ്? പ്രഷർ അറ്റ് എനി പോയിന്റിനെ ലിക്വിഡ് is equal to P is equal to ρg into Z അല്ല ρg into H എന്ന് നമുക്ക് എടുക്കാം. ഓക്കെ. P is equal to ρg into Z. ഓക്കെ. ഇനി നമുക്ക് ഫസ്റ്റിൽ എന്താണ് വാട്ടർ ആണെങ്കിൽ എങ്ങനെയാണെന്നല്ലേ? അപ്പം ഫോർ വാട്ടറിനാവുമ്പം പ്രഷറിൻ്റെ ഇക്വേഷൻ എങ്ങനെ വരും? P is equal to ρgz. റോ എന്ന് പറയുന്നത് 1000 kg/m3, G 9.81 m/s², Z is equal to 0.3 meter. ഓക്കെ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കിട്ടുന്നത് 2943 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്നാണ് കിട്ടുന്നത്. ഓക്കെ അല്ലേ. ഇനി നെക്സ്റ്റ് എന്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? ഓയിൽ ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി 0.8. നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റിയാണ് 0.8 എന്ന് തന്നേക്കുന്നത്. സ്പെസിഫിക് ഗ്രാവിറ്റി 0.8 ആണെങ്കിൽ ഡെൻസിറ്റി എത്ര ആയിരിക്കും?
സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു വാട്ടറിൻ്റെ ഡെൻസിറ്റി, അതായത് 1000 kg/m³, അതായത് 800 kg/m³ ആയിരിക്കും ഓയിലിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം പ്രഷർ എന്ത് വരും? ഡെൻസിറ്റി ഓഫ് ഓയിൽ ഇൻറ്റു ജി ഇൻറ്റു എച്ച് അല്ലേ, അല്ലെ ജി ഇൻറ്റു ഇസഡ് നമുക്ക് കൊടുക്കാം. ഓക്കെ, ഡെൻസിറ്റി ഓഫ് ഓയിൽ 800 kg/m³, ജി 9.81 m/s², ഹൈറ്റ് എന്ന് പറയുന്നത് 0.3. ഓക്കെ, അപ്പോൾ എത്ര വരും പ്രഷർ എന്ന് പറയുന്നത്? 2354.4 Newton/m². ഓക്കെ, ഇനി അടുത്ത എന്താണ് കണ്ടുപിടിക്കേണ്ടത്? മെർക്കുറി ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി 13.6. മെർക്കുറിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി 13.6 ആണെങ്കിൽ മെർക്കുറിയുടെ ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്ത് വരും? 13.6 × 1000 kg/m³, അതായത് 13600 kg/m³. ഓക്കെ അല്ലേ? അപ്പോൾ പ്രഷർ ഡ്യൂ ടു മെർക്കുറി കോളം എത്രയായിരിക്കും? 136 ρgh അല്ലേ, റോ ഓഫ് മെർക്കുറി 13600 kg/m³, ജി 9.81 m/s², ഇസഡ് എന്ന് പറയുന്നത് 0.3. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ആൻസർ കിട്ടുന്നത് 40025 Newton/m². ഓക്കെ അല്ലേ? നമുക്ക് 0.3 മീറ്റർ ലിക്വിഡ് കോളം വന്നാൽ വാട്ടറാണ് അല്ലെ ഓയിലാണ് അല്ലെങ്കിൽ മെർക്കുറി ആകുമ്പോൾ എത്ര ആയിരിക്കും പ്രഷർ എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ക്ലിയർ? Next question, the pressure intensity at a point in a fluid is given by 3.924 Newton/cm². Find the corresponding height of fluid when the fluid is water or oil of specific gravity 0.9. Okay, ഇപ്പം നമുക്ക് എന്താ തന്നിട്ടുള്ളത്? പ്രഷർ ഇൻറ്റൻസിറ്റി തന്നിട്ടുണ്ട് 3.924 Newton/cm² തന്നിരിക്കുന്നത് അല്ലേ. നമുക്ക് അതിനെ Newton/m² കൺവേർട്ട് ചെയ്യാം. അപ്പോൾ എങ്ങനെ കൺവേർട്ട് ചെയ്യാം? 3.924 × 10⁴ Newton/m². പ്രഷർ ഇൻറ്റൻസിറ്റി കിട്ടി. ഇനി നമുക്ക് എന്താണ് കറസ്പോണ്ടിങ് ഹൈറ്റ് കണ്ടുപിടിക്കണം അല്ലേ. നമുക്ക് P = ρg z എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. z = P/ρg ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഫോർ വാട്ടറിന് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഫോർ വാട്ടർ z = P/ρg. ഓക്കെ, P എത്രയാണ്? 3.924 × 10⁴ Newton/m². റോ എന്ന് പറയുന്നത് 1000 kg/m³, ജി എന്ന് പറയുന്നത് 9.81 m/s². ഓക്കെ, സോൾവ് ചെയ്ത് നോക്കാം. നമുക്ക് കിട്ടുന്നത് എത്ര ആയിരിക്കും? 4 മീറ്റർ എന്നായിരിക്കും വാട്ടറിന് കിട്ടും. ഓക്കെ ഓക്കെ നെക്സ്റ്റ് നമുക്ക് എന്തിനു കണ്ടുപിടിക്കണം? ഫോർ ഓയിൽ ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി 0.9. For oil of specific gravity 0.9. Density of oil എത്ര വരും? Specific gravity into density of water, that is 1000 kg/m³, that is equal to 900 kg/m³. ഓക്കെ, ഇനി ഡെപ്ത് എത്ര വരും? ഡെപ്ത് എന്ന് പറയുന്നത് P/density of oil into G. P എന്ന് പറയുന്നത് 3.924 × 10⁴ Newton/m², divided by density is 900 kg/m³ and G is 9.81 m/s². കാൽക്കുലേറ്റ് ചെയ്യാം. ആൻസർ കിട്ടുന്നത് 4.44 മീറ്റർ ഓഫ് ഓയിൽ എന്നാണ് കിട്ടുക. ക്ലിയർ? Next question, an oil of specific gravity 0.9 is contained in a vessel. At a point, the height of oil is 40 meter. Find the height of water at that point. Okay, നമുക്ക് എന്താണ് തന്നിരിക്കുന്നത്? സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട് അല്ലേ. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഓയിൽ തന്നിട്ടുണ്ട്. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഓയിലിനെ ഞാൻ S0 എന്ന് പറയണം. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഓയിൽ 0.9 ആണ് തന്നിരിക്കുന്നത് അല്ലേ. പിന്നെന്താ തന്നിരിക്കുന്നത്? നമുക്ക് ഹൈറ്റ് ഓഫ് ഓയിൽ തന്നിട്ടുണ്ട് അല്ലേ. ഹൈറ്റ് ഓഫ് ഓയിൽ എന്ന് പറയുന്നത്
40 meters എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഞാനതിനെ Z0 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ഇനി സ്പെസിഫിക് ഗ്രാവിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഡെൻസിറ്റി ഓഫ് ഓയിൽ കണ്ടുപിടിക്കാമല്ലോ. ഡെൻസിറ്റി ഓഫ് ഓയിൽ എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ, ദാറ്റ് ഇസ് 1000, വിച്ച് ഇസ് ഈക്വൽ ടു 900 kg/m3. ഓക്കെ, ഇനി ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ എത്ര ആയിരിക്കും? ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ ഡ്യൂ ടു ഓയിൽ എന്ന് പറയുന്നത് 900 kg/m3, ദാറ്റ് ഇസ് റോ ഇൻറ്റു G 9.81, ഹൈറ്റ് 40. ഓക്കെ, അത്രയും Nm/m² എന്ന് നമുക്ക് കിട്ടും. ഓക്കെ ആണോ? ഇനി കറസ്പോണ്ടിങ് ഹൈറ്റ് ഓഫ് വാട്ടർ എങ്ങനെ കണ്ടുപിടിക്കാം? ഈ പ്രഷർ ഡ്യൂ ടു ഓയിലും പ്രഷർ ഡ്യൂ ടു വാട്ടറും എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലേ? അപ്പം നമുക്ക് ഹൈറ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രഷർ ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇൻറ്റു G അല്ലേ? പ്രഷർ ഡ്യൂ ടു ഓയിൽ എന്ന് പറയുന്നത് പ്രഷർ ഡ്യൂ ടു വാട്ടർ ആണ്. പ്രഷർ ഡ്യൂ ടു ഓയിൽ എന്താണ്? റോ ഓഫ് ഓയിൽ ഇൻറ്റു G ഇൻറ്റു എന്താണ്? ഹൈറ്റ് ഡ്യൂ ടു ഓയിൽ, Z0 എന്ന് എടുക്കാം. പ്രഷർ ഡ്യൂ ടു വാട്ടർ എന്ന് പറയുമ്പോൾ എന്താ? റോ ഓഫ് വാട്ടർ ഇൻറ്റു G ഇൻറ്റു Z ഡ്യൂ ടു വാട്ടർ അല്ലേ? ഹൈറ്റ് ഓഫ് വാട്ടർ ഇപ്പോൾ ZW എന്ന് കൊടുക്കുകയാണ്, അതാണ് ഞാൻ കണ്ടുപിടിക്കുന്നത്. ഇപ്പം നമ്മൾ ഈ പ്രഷർ ഡ്യൂ ടു ഓയിൽ നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, അതേ ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇൻറ്റു G ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ 900 ഇൻറ്റു 9.81 ഇൻറ്റു 40 divided by density of water 1000 kg/m3, G 9.81. ഓക്കെ അല്ലേ? കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 0.9 ഇൻറ്റു 40 എന്ന് വരും. ഇത് രണ്ടും ക്യാൻസൽ ആയിട്ട് 0.9 ഇൻറ്റു 40 എന്ന് വരും. 36 മീറ്റർ ഓഫ് വാട്ടർ എന്നാണ് കിട്ടും. ഓക്കെ അല്ലേ? Next question, an open tank contains water up to a depth of 2 meter and above it an oil of specific gravity 0.9 for a depth of 1 meter. Find the pressure intensity A at the interface of two liquids, B at the bottom of the tank. Okay, അപ്പോൾ നമുക്കൊരു ഫിഗർ വരയ്ക്കാം. ഒരു ഓപ്പൺ ടാങ്ക് ഉണ്ട്. ആ ഓപ്പൺ ടാങ്കിനകത്ത് ഒരു 2 മീറ്റർ ഡെപ്തിൽ എന്താണുള്ളത്? വാട്ടർ ആണുള്ളത്. ഒരു 2 മീറ്റർ ഡെപ്തിൽ നമുക്ക് വാട്ടർ ആണുള്ളത്. എബോവ് വാട്ടർ ഒരു ഓയിൽ ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി 0.9 ഉണ്ട്. ആ ഓയിലിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. ഓക്കെ, നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദ പ്രഷർ ഇൻറ്റൻസിറ്റി അറ്റ് ദ ഇൻ്റർഫേസ് ഓഫ് ദ ലിക്വിഡ്. ഓക്കെ, ഇപ്പം നമുക്ക് ഇൻ്റർഫേസ് ഓഫ് ദ ലിക്വിഡിൽ പ്രഷർ ഇൻറ്റൻസിറ്റി എത്ര വരും നോക്കാം. ഇന്റർഫേസിൽ പ്രഷർ ഇൻറ്റൻസിറ്റി എന്ന് പറയുമ്പോൾ ഇതാണ് ഇന്റർഫേസ് അല്ലേ? ഇന്റർഫേസിൽ പ്രഷർ ഇൻറ്റൻസിറ്റി ഉണ്ടാക്കുന്നത് ആര് കാരണമാണ്? ഈ ഓയിൽ കാരണം അല്ലേ? മേളിൽ കിടക്കുന്ന ഓയിലാണ് ഇന്റർഫേസിൽ പ്രഷർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓയിൽ കാരണമുള്ള പ്രഷർ ഇൻറ്റൻസിറ്റിയാണ് അറ്റ് ഇന്റർഫേസിൽ നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, അപ്പം ഡെൻസിറ്റി ഓഫ് ഓയിൽ ഇൻറ്റു G ഇൻറ്റു ഹൈറ്റ് ഓഫ് ഓയിൽ എടുക്കണം അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ഓയിലിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഓയിലിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ എത്ര വരും? സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു 1000. ഓക്കെ, 900 kg/m3. ഓക്കെ, ഡെൻസിറ്റി ഓഫ് ഓയിൽ 900, G 9.81, ഹൈറ്റ് ഓഫ് ഓയിൽ എന്ന് പറയുന്നത് 1 മീറ്റർ. ഓക്കെ, അപ്പോൾ ഹൈറ്റ് ഓഫ് ഓയിൽ 1 മീറ്റർ. ആൻസർ പ്രഷർ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് 8829 Nm/m². ഓക്കെ അല്ലേ? ഇനി അടുത്ത എന്താ ചോദിച്ചേക്കുന്നത്? അറ്റ് ദ ബോട്ടം ഓഫ് ദ ടാങ്ക്. ഓക്കെ, പ്രഷർ ഇൻറ്റൻസിറ്റി അറ്റ് ദ ബോട്ടം ഓഫ് ദ ടാങ്ക്. ബോട്ടം ഓഫ് ദ ടാങ്ക്, ടാങ്കിൻ്റെ ബോട്ടത്തിൽ വരുമ്പോഴത്തേനും പ്രഷർ ഇൻറ്റൻസിറ്റി ഉണ്ടാക്കുന്നത് ആരൊക്കെ ആയിരിക്കും? ഓയിൽ കാരണം പ്രഷർ വരും, അതുപോലെ തന്നെ വാട്ടർ കാരണമുള്ള പ്രഷറും വരും. ഓക്കെ അല്ലേ? അപ്പോൾ പ്രഷർ ഇൻറ്റൻസിറ്റി P എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? ഓയിൽ കാരണമുള്ള പ്രഷർ, അതായത് റോ ടു അല്ലെങ്കിൽ റോ ഓഫ് ഓയിൽ, ഓയിലിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 900 ഇൻറ്റു G 9.81 ഇൻറ്റു അവൻ്റെ ഹൈറ്റ് 1 മീറ്റർ. അതാണ് ഫസ്റ്റ് പ്രഷർ, അതായത് ഓയിലിൻ്റെ പ്രഷർ എന്ന് പറയുന്നത്. ഇനി വാട്ടറിൻ്റെ പ്രഷർ എത്ര ആയിരിക്കും? 1000. വാട്ടറിൻ്റെ ഡെൻസിറ്റി 1000 kg/m3, G 9.81, വാട്ടറിൻ്റെ ഹൈറ്റ് 2 meters. ഓക്കെ, അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. 8829 + 19620. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുകൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 28449
Newton/meter² എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് പ്രഷർ ഇൻറ്റൻസിറ്റീസ് നമ്മൾ കണ്ടുപിടിച്ചു. ക്ലിയർ? Next question. The diameter of a small piston and a large piston of a hydraulic jack are 3 cm and 10 cm respectively. A force of 80 Newton is applied on the small piston. Find the load lifted by the large piston. ഇതാണ് question. ഓക്കെ, അപ്പം സ്മോൾ പിസ്റ്റൻ്റെ ഡയമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. സ്മോൾ പിസ്റ്റൻ്റെ ഡയമീറ്റർ 3 cm ആണ് അല്ലേ? 3 cm ആണ്. ഓക്കെ, നമുക്ക് 0.03 meters എന്ന് എഴുതാം. ഇനിയും അവൻ്റെ ഏരിയ ഓഫ് സ്മോൾ പിസ്റ്റൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? π/4 ഇൻറ്റു 0.03 സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഏരിയ എത്രയാണ് വരുന്നത്? 7.068 ഇൻറ്റു 10⁻⁻4 m² എന്നാണ് നമുക്ക് ഏരിയ ഓഫ് സ്മോൾ പിസ്റ്റൺ വരുന്നത്. ഓക്കെ, ഇനിയും ഡയമീറ്റർ ഓഫ് ലാർജ് പിസ്റ്റൺ എത്രയാണ്? ഡയമീറ്റർ ഓഫ് ലാർജ് പിസ്റ്റൺ 10 cm ആണ്. 10 cm എന്ന് പറയുമ്പം 0.10 meters. ഓക്കെ, അപ്പോൾ ഏരിയ വരുമ്പം π/4 ഇൻറ്റു 0.10 സ്ക്വയർ, അത് വരുന്നത് 78.54 ഇൻറ്റു 10⁻⁻4 m². ഓക്കെ, ഇപ്പോൾ സ്മോൾ പിസ്റ്റണിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് 80 ന്യൂട്ടൺസ് ആണ്. ഓക്കെ, നമുക്ക് ലോഡ് ലിഫ്റ്റഡ് അല്ലെങ്കിൽ W ആണ് കണ്ടുപിടിക്കേണ്ടത്. ലാർജ് പിസ്റ്റൺ ലിഫ്റ്റ് ചെയ്യുന്ന ലോഡാണ് കണ്ടുപിടിക്കേണ്ടത്. രണ്ട് കേസ് തന്നിട്ടുണ്ട്. കേസ് 1 എന്ന് പറഞ്ഞാൽ പിസ്റ്റൺസ് സെയിം ലെവലിലായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ പിസ്റ്റണും ലോഡ് ലിഫ്റ്റഡും സെയിം ലെവലിലാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് ഫസ്റ്റ് കേസ് എഴുതാം. വെൻ ദ പിസ്റ്റൺ ആൻഡ് ദ ലോഡ് ആർ അറ്റ് സെയിം ലെവൽ നിങ്ങൾ എഴുതണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ പ്രഷർ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്, അതായത് സ്മോൾ പിസ്റ്റണിൽ വരുന്ന പ്രഷർ ഇൻറ്റൻസിറ്റി, അതായത് എന്തായാലും 80 ഡിവൈഡഡ് ബൈ സ്മോൾ പിസ്റ്റൻ്റെ ഏരിയ 7.068 ഇൻറ്റു 10⁻⁻4 എന്ന് പറയുന്നത് വെയിറ്റ് ലിഫ്റ്റഡ് by the small piston divided weight lifted divided by area of large piston, അതായത് 78.54 ഇൻറ്റു 10⁻⁻4 എന്ന് വരും. ഓക്കെ അല്ലേ? ഇതിൽ നിന്ന് നമുക്ക് ഈ കേസിൽ ലിഫ്റ്റ് ചെയ്യാവുന്ന വെയിറ്റ് എന്ന് പറയുന്നത് കിട്ടുന്നത് 888.96 ന്യൂട്ടൺ എന്നാണ് കിട്ടുക. ഓക്കെ അല്ലേ? സെക്കൻഡ് കേസ് നോക്കിക്കഴിഞ്ഞാൽ സ്മോൾ പിസ്റ്റൺ ഈസ് 40 cm എബോവ് ലാർജ് പിസ്റ്റൺ അല്ലേ? നമുക്ക് ലാർജ് പിസ്റ്റൺ ഉണ്ട്, ഇത് രണ്ടും കണക്റ്റഡ് ആണ്. ഇതിൽ സ്മോൾ പിസ്റ്റൺ എന്ന് പറയുന്നത് ഒരു 40 cm എബോവ് ആണ് ഇരിക്കുന്നത്. ഓക്കെ, 40 cm എബോവ് ആണ് നമ്മുടെ സ്മോൾ പിസ്റ്റൺ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു 40 cm എബോവ് ആണെങ്കിൽ നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്ന പ്രഷർ ഇൻറ്റൻസിറ്റീസ് ഈ രണ്ട് ലെവൽസിലായിരിക്കും അല്ലേ? അപ്പോൾ ഈ ഒരു സ്മോൾ പിസ്റ്റൻ്റെ ഈ ലെവലിൽ നമുക്ക് ഈ പ്രഷർ ഡിവൈഡഡ് ബൈ ഏരിയയുടെ കൂടെ ഈ ഹൈറ്റ് ഓഫ് ഫ്ലൂയിഡ് കാരണം ഉണ്ടാകുന്ന പ്രഷറും കൂടെ നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് എന്താണ് സ്മോൾ പിസ്റ്റണിലെ പ്രഷർ ഇൻറ്റൻസിറ്റി എന്ന് പറയുമ്പം, അതായത് F ഡിവൈഡഡ് ബൈ എ എന്ന് പറയുമ്പോൾ എത്ര വരും? 80 ഡിവൈഡഡ് ബൈ 7.068 ഇൻറ്റു 10⁻⁻4ൻ്റെ കൂടെ എന്തും കൂടെ വരും? ഈ ഹൈറ്റ് ഓഫ് ലിക്വിഡ് കോളം കാരണം ഉണ്ടാകുന്ന പ്രഷറും കൂടെ വരും. ഓക്കെ അല്ലേ? പ്രഷർ ഇൻറ്റൻസിറ്റി ഡ്യൂ ടു 40 cm ഓഫ് ലിക്വിഡ്. അപ്പം 40 cm ഓഫ് ലിക്വിഡ് എന്ന് പറയുന്നത് എത്ര വരും? റോ ഡെൻസിറ്റി, വാട്ടറിൻ്റെ ഡെൻസിറ്റി നമ്മൾ എടുക്കുകയാണ് 1000 ഇൻറ്റു G 9.81 ഇൻറ്റു ഹൈഡ്രോളിക് ജാക്കാണ്, അതുകൊണ്ട് നമ്മൾ വാട്ടർ എടുക്കുന്നത്. G 9.81 ഇൻറ്റു ഹൈറ്റ് ഓഫ് വാട്ടർ 0.4. ഓക്കെ ആണോ? ഇതായിരിക്കും ഈ ലെവലിൽ വരുന്ന പ്രഷർ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. അതിനെ നമ്മൾ എന്തുമായിട്ട് ഇക്വേറ്റ് ചെയ്യുകയാണ്? ഈ ലെവലിൽ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യേണ്ട പ്രഷർ ഇൻറ്റൻസിറ്റിയുമായിട്ട്, അതായത് W ഡിവൈഡഡ് ബൈ ഏരിയ എ എന്ന് പറയുന്നത് എത്ര വരും? 78.54 ഇൻറ്റു 10⁻⁻4. ഓക്കെ, ജസ്റ്റ് ഇക്വേറ്റ് ചെയ്യുക, സോൾവ് ചെയ്ത് നോക്കാം. നമുക്ക് ഫോഴ്സ് ഓൺ ദ ലാർജ് പിസ്റ്റൺ അല്ലെങ്കിൽ വെയിറ്റ് ലിഫ്റ്റഡിന് കിട്ടുന്ന എത്ര ആയിരിക്കും? വെയിറ്റ് ലിഫ്റ്റഡ് W നമുക്ക് കിട്ടുന്നത് ഈ കേസിൽ 919.7 ന്യൂട്ടൺ എന്നാണ് കിട്ടുക. ഓക്കെ അല്ലേ? നിങ്ങൾ സ്റ്റെപ്സ് എഴുതാം, ബെറ്റർ ആയിട്ട് സ്റ്റെപ്സ് വേണം നിങ്ങൾക്ക് എഴുതാം. ആദ്യം സ്മോൾ പിസ്റ്റണിലെ പ്രഷർ ഇൻറ്റൻസിറ്റി എഴുതുക, പിന്നെ പ്രഷർ ഇൻറ്റൻസിറ്റി ഡ്യൂ ടു 40 cm ഓഫ് ലിക്വിഡ് എന്ന് പറഞ്ഞിട്ട് ഈ സെപ്പറേറ്റ് ആയിട്ട് എഴുതുക. അത് കഴിഞ്ഞിട്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക? W ഡിവൈഡഡ് ബൈ
അല്ലെങ്കിൽ ലാർജ് പിസ്റ്റണിൽ ഉണ്ടാകുന്ന പ്രഷർ ഇൻറ്റൻസിറ്റിയുമായിട്ട് ഇക്വേറ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ അല്ലേ? ക്ലിയർ?